ഒരു കിട്ടില്ല ഞമ്മി കല്ലുമ്മക്കായ് ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഞാൻ കല്ലുമ്മക്കായ് വേവിക്കാണ്ട് ഉള്ളിൽ നിന്നിങ്ങനെ പരണ്ടിയിട്ട് എടുക്കുമല്ലോ, അങ്ങനെ എടുക്കുക കേട്ടോ. വേവിക്കാൻ നിൽക്കരുത്. അതൊരു 3/4 കിലോ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി പൗഡർ, ഉപ്പ് എല്ലാം ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം ഫ്രൈ ചെയ്യാൻ പാടില്ല, ഒരു ഏകദേശം മീഡിയം സൈസിൽ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറിന് വേണ്ടിയിട്ട്, ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6 kg വെളിച്ചെണ്ണ, അതിലേക്ക് ഗരം മസാല കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക, ഉള്ളിയെല്ലാം ഇട്ടിട്ട് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വറുക്കാൻ വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത്. വറുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. നെയ്ച്ചോറ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ ബിരിയാണി ദമ്മിടുന്നത്. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു 5 ഉള്ളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കല്ലുമ്മക്കായ് ബിരിയാണി ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഒരു കിട്ടില്ല സൂത്രമുണ്ട്. അതിലേക്ക് ഞാൻ അപ്പാടുള്ള കല്ലുമ്മക്കായ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രൈ ആക്കാത്ത കല്ലുമ്മക്കായ് പ്രാവശ്യം നാട്ടിൽ നിന്ന് ഉമ്മ തന്നതാണ് കേട്ടോ. ഇത് ചെറിയ കഷ്ണേനും അത് വലുതായിട്ടുണ്ട്. ബിരിയാണി ചപ്പ് കേട്ടോ. ഇതിട്ട് കഴിഞ്ഞാൽ കിടിലൻ ടേസ്റ്റാണ്. അങ്ങനെ ബിരിയാണി ചപ്പ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള കല്ലുമ്മക്കായ് ഉണ്ടല്ലോ, അത് നല്ലോണം ഫ്രൈ ആയത്, ഏകദേശം ഒരു മീഡിയം സൈസിലേ ഫ്രൈ ആകാൻ പാടുള്ളൂ. അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ദം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ നെയ്ച്ചോറ് വെന്തിട്ടുണ്ട്. താഴെ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെയും മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കളറ് ചേർക്കാണ്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. കളർ ഇടണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ഇതാ ബിരിയാണി ദമ്മിടുന്ന എല്ലാവർക്കും അറിയുന്നതായിരിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് ലെയർ ഞാൻ മസാല ഇട്ട്, പിന്നെ ചോറിട്ട്, പിന്നെയും മസാല ഇട്ട്, പിന്നെ അതിൻ്റെ മേലെ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാണ് നമ്മളെ കണ്ണൂർ സ്റ്റൈലിൽ ദമ്മിടൽ. അങ്ങനെ ഇതാ മേലെ ഞാൻ കല്ലുമ്മക്കായ് ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് നല്ല ഡെക്കറേഷൻ ആക്കിയിട്ടുണ്ട്. കിട്ടില്ല ഞമ്മി ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്. ഇതേപോലെ തന്നെ എല്ലാ ഫിഷും നിങ്ങൾ ഉണ്ടാക്കി വെക്കട്ടെ, അടിപൊളിയായിരിക്കും. തിന്നാൽ പൂതി തീരൂല എന്നും പറയില്ല, അതേപോലത്തെ കിട്ടില്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് ഇതിലേക്ക് അറിയിക്കണേ. ഇതേപോലെ ചെമ്മീൻ, അയക്കൂറ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാലും കിട്ടില്ല ടേസ്റ്റ്.